benedetto il suo sacratissimo cuore. കുഞ്ഞാടുണ്ട്, വലിയ തെളിഞ്ഞിട്ടില്ല, എന്നാലും ഉണ്ട്. നമുക്ക് ആരാധിക്കാം, വണങ്ങാം, സ്നേഹിക്കാം, ക്ഷമയാചിക്കാം. മറിയപ്പ് നമുക്കായി തന്നെ ബലിയർപ്പിച്ച് തിരുരക്തം ചിന്തിയതിനെ ഓർത്ത് നന്ദി പറയാം. എല്ലാത്തിലുപരിയായിട്ട് ഇത് കാണാനുള്ള അനുഗ്രഹം ഈ അരളിക്കയിൽ തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇതുവരെയായിട്ടും കണ്ടിരുന്നില്ല. അന്നേരം ഞാൻ ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു, ഈശോയെ. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റി. എന്നെ ഒരിക്കലും ദൈവം നിരാശപ്പെടുത്തില്ല എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും രൂപത്തിലെങ്കിലും ദൈവിക സാന്നിധ്യം ഇതിലറിയും എന്നുള്ളൊരു ചിന്ത എനിക്കെപ്പോഴും ഉണ്ടാവും. ഒരു ദിവസമെങ്കിലും ഈ ഒരു വർഷത്തിലായിട്ട് കാണാണ്ട് പോയാൽ ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും തിരുരക്തമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിഷമിക്കും. ഈശോയ്ക്കറിയാം. ഒരു വെള്ളയല്ല, നീല ടിഞ്ചായിട്ടും റെഡിഷൊക്കെ ആയിട്ടല്ലേ കാണുന്നത്, കണ്ടല്ലേ? അത്ര നന്നായിരിക്കുന്നല്ലേ. അതിൽ നിന്നൊരു പ്രകാശം വരുന്നതും ആ കുഞ്ഞാടിൻ്റെ മേത്തുനിന്ന് ഒരു പ്രകാശരശ്മി ഇറങ്ങുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ ലിങ്ക് വേറൊരു 1-2 വീഡിയോയിൽ ഞാൻ കാണിച്ചു കൊണ്ടിട്ടിട്ടുണ്ട്. നിങ്ങളും അതെടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കേട്ടോ. നമുക്ക് ഇനി ഈശോനെ നാളെ കാണാം. ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതൊക്കെ ഈ ഒരു ഗ്രോട്ടോ ഉള്ളതുകൊണ്ടും അവിടുത്തെ അച്ഛന്മാരെല്ലാ ദിവസവും ഇതിനൊക്കെ ആയിട്ട് സാക്രിഫൈസ് ചെയ്ത് ജീവിതം ഇങ്ങനെ നമ്മൾക്കായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി അല്ലേ? അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അച്ഛന്മാർ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും, സംരക്ഷിക്കണം ഈശോയെന്ന് വിചാരിക്കും. നോക്കാതെ അല്ലേ ഇറങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്.